ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ഇനി പഞ്ചമസ്കന്ധം, അതിലെ ആദ്യത്തെ അധ്യായം ആണ് എടുക്കാനുള്ളത്. അതിൽ ആ പ്രിയവ്രതൻ്റെ കഥകളെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രിയവ്രതോപാഖ്യാനം നോക്കാം നമുക്ക്. ഓം തത്സത് ശ്രീ ഗണേശായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം പഞ്ചമസ്കന്ധഃ അഥ പ്രഥമോധ്യായഃ. രാജോവാച പ്രിയവ്രതോ ഭാഗവത ആത്മാരാമഃ കഥം മുനേ ഗൃഹേ രമതയന്മൂല കർമ്മബന്ധപരാഭവഃ. പ്രിയവ്രതോ ഭാഗവത ആത്മാരാമഃ കഥം മുനേ ഗൃഹേ രമതയന്മൂല കർമ്മബന്ധപരാഭവഃ എന്നാണ് ആദ്യത്തെ ശ്ലോകം. ഇതിൽ പ്രിയവ്രതോ എന്നുള്ളത് പ്രിയവ്രതഃ എന്നാണ്. പ്രിയവ്രതഃ എന്നുള്ളതാണ് ഭാഗവത ആത്മാരാമഃ കഥം മുനേ ഗൃഹേ രമത. ഗൃഹേന്ന് കഴിഞ്ഞിട്ട് ഒരു ശ്ലേഷം ഇട്ടിട്ട് കാണാം. ഗൃഹേ രമത. അപ്പോൾ ഗൃഹേ അരമത എന്നുള്ളതാണ്, രണ്ടും കൂടി ചേർന്നിട്ടാണ് ഗൃഹേ രമത. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉച്ചാരണം വരണം. ഗൃഹേ രമത യന്മൂലഃ കർമ്മബന്ധ പരാഭവഃ. ഇതാണ് വാക്കുകൾ. അപ്പോൾ അല്ലയോ മഹാമുനേ, അതിൽ കഥം മുനേ എന്ന് കാണാം. ഹേ മുനേ, ഹേ മുനേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ മുനിശ്രേഷ്ഠ. ഭാഗവത ഭഗവത് പ്രോക്തനും ആത്മാരാമഃ ആത്മാവിൽ രമിക്കുന്നവനും ആയിരിക്കുന്ന പ്രിയവ്രത പ്രിയവ്രതൻ. യാതൊന്നാലോ എന്തുകൊണ്ടാണോ കർമ്മബന്ധ ആ കർമ്മബന്ധവും പരാഭവ ആത്മജ്ഞാന വിസ്മൃതി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കർമ്മബന്ധവും പരാഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മജ്ഞാന വിസ്മൃതി ഉണ്ടാകുന്നത് അപ്രകാരമുള്ള ആ ഗൃഹേ, അപ്രകാരം രണ്ടും ഉണ്ടാക്കുന്നതാണ് ആ കർമ്മബന്ധവും അതുപോലെ ആത്മജ്ഞാന വിസ്മൃതിയും ഉണ്ടാക്കുന്നതാണ് ആ ഗൃഹസ്ഥാശ്രമം. അങ്ങനെയുള്ള ആ ഗൃഹസ്ഥാശ്രമ വൃത്തിയിൽ കഥം എങ്ങനെയാണ് അരമത, എങ്ങനെയാണ് രമിക്കാതിരുന്നത് എന്നാണ് അവിടെ വരുന്നത്. അപ്പോൾ ഹേ മുനേ, അല്ലയോ മുനേ, ഭാഗവത ഭഗവത് ഭക്തനും ആത്മാരാമഃ ആത്മാവിൽ രമിക്കുന്നവനും ആയിരിക്കുന്ന പ്രിയവ്രത ആ പ്രിയവ്രതൻ. എൻ മൂലം യാതൊരു കാരണത്താലാണോ കർമ്മബന്ധവും പരാഭവ ആത്മജ്ഞാന വിസ്മൃതിയും ഉണ്ടാകുന്നത് അപ്രകാരമുള്ള ആ ഗൃഹസ്ഥാശ്രമ വൃത്തിയിൽ കഥം എങ്ങനെ അരമത എന്തു കാരണത്താലാണ് അരമത എന്ന് പറഞ്ഞാൽ രമിച്ചത് എന്നാണ് ചോദിച്ചത്. എന്തു കാരണത്താലാണ് ആ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചത് എന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഒന്നിപ്പോൾ കൂടി പറയാം അതിൻ്റെ പദങ്ങൾ. ഹേ മുനേ, അല്ലയോ മഹർഷീശ്വര, ഭാഗവത ഭഗവത് ഭക്തനും ആത്മാരാമഃ ആത്മാവിൽ രമിക്കുന്നവനും ആയിരിക്കുന്ന പ്രിയവ്രതൻ. യന്മൂലഃ യാതൊന്നാലാണോ കർമ്മബന്ധവും പരാഭവ ആത്മജ്ഞാന വിസ്മൃതിയും ഉണ്ടാകുന്നത് അപ്രകാരം ഉള്ള ഗൃഹേ ആ ഗൃഹസ്ഥാശ്രമ വൃത്തിയിൽ കഥം എങ്ങനെ അരമത രമിച്ചു എന്നുള്ളതാണ്. അല്ലയോ ശ്രീശുക ബ്രഹ്മർഷേ, ഭാഗവതോത്തമനും ആത്മാരാമനുമായിരിക്കുന്ന പ്രിയവ്രതൻ എന്തു കാരണത്താലാണ് ആ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചത് എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഗൃഹസ്ഥാശ്രമ സ്വീകാരം കൊണ്ട് ആ കർമ്മബന്ധനവും ആത്മജ്ഞാനനാശവും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ മഹാപുരാണ ലക്ഷണങ്ങളിൽ മൂന്നാമത്തേതായിരിക്കുന്ന സ്ഥാനം എന്നതാണ് ഈ പഞ്ചമസ്കന്ധത്തിലെ പ്രതിപാദ്യം. ഇതിനെ തന്നെ
സ്ഥിതി എന്നും വിശേഷിപ്പിക്കുന്നു സ്ഥാനം എന്നുള്ളതിന്. സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്ന് ദ്വിതീയത്തിൽ അതിന് നിർവചിച്ചിട്ടുണ്ട്. ദ്വിതീയ സ്കന്ധത്തിൽ വൈകുണ്ഠസ്യ ഭഗവതോ വിജയ സൃഷ്ടാനാം തത്തന്മര്യാദാപാലനേനോത്കർഷ സ്ഥിതി സ്ഥാനം എന്ന് ശ്രീധരാചാര്യർ പറയുന്നു. വൈകുണ്ഠസ്യ ഭഗവതോ വിജയ സൃഷ്ടാനാം തത്തന്മര്യാദാപാലനേനോത്കർഷ സ്ഥിതി സ്ഥാനം. ത്രിമൂർത്തികളിൽ ആ മഹാവിഷ്ണുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന അരക്ഷാധികാരത്തിൻ്റെ വിജയം, അതിനെയാണ് സ്ഥാനം അഥവാ സ്ഥിതി എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൃഷ്ടിച്ചവയെ അതാതിൻ്റെ നിലയ്ക്ക് നിലനിർത്തുകയാണ് മര്യാദ. മനുഷ്യർ വിഭാവനം ചെയ്യുന്ന ആ സപ്തമര്യാദകൾ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. മനുഷ്യർ വിഭാവനം ചെയ്യുന്ന സപ്തമര്യാദകൾ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അവയെ പാലിക്കണം പറഞ്ഞതാണ്. അതിന് അപ്പോൾ ആ മുൻഭാഗങ്ങളിൽ ഇവയെ പറ്റിയിട്ടെല്ലാം സവിസ്താരം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്രകാരം ആ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആ രാജാക്കന്മാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മര്യാദകൾ മനുഷ്യർക്ക് മാത്രമല്ല സർവ്വചരാചരങ്ങൾക്കും ഉണ്ട് മര്യാദകൾ. അപ്പോൾ ചിറകുണ്ടായിരുന്നപ്പോൾ ആ പർവ്വതങ്ങൾ ഓരോരിടത്ത് പറന്നു വീണത് മര്യാദാലംഘനമാകയാൽ അവയുടെ ചിറകുകൾ ഛേദിക്കപ്പെട്ടു. അസുരന്മാർക്ക് അഭയം നൽകിയതിനാൽ അഗസ്ത്യൻ ആ സമുദ്രജലം പാനം ചെയ്തു. ലോകപാലന്മാരെ നിയമിച്ചത് സർവ്വചരാചരങ്ങളും മര്യാദ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ്. ഇതിലുള്ള ആ സ്ഥിതികർത്താവിൻ്റെ വിജയത്തെയാണ് സ്ഥാനം എന്ന് പറയുന്നത്. മഹാവിഷ്ണു ലോകരക്ഷ നിർവഹിക്കുന്നത് അവതാരങ്ങളിലൂടെയാണ്. അപ്പോൾ അവതാരൈശ്ച മത്സ്യാദ്യൈഹി പാലയാമ്യഖിലം ജഗത് അഹം മന്ത്രാർത്ഥപൂജാധ്യാന പരോഹ്യഹം. ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട്, യജ്ഞം പൂജായോഗം ഇത്യാദികളാൽ ഉപാസിച്ചാൽ ഭഗവാൻ ലോകരക്ഷാർത്ഥം അവതരിക്കും എന്നതിൻ്റെ സൂചന ആ ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 26 അധ്യായങ്ങൾ ഉള്ള ഈ പഞ്ചമസ്കന്ധത്തിലെ ആദ്യത്തെ 20 അധ്യായങ്ങളിൽ ആ ഭൂമിയിലെയും പിന്നെ 3 അധ്യായം കൊണ്ട് ഊർധ്വലോകങ്ങളിലെയും ഒടുവിൽ അധോലോകങ്ങളിലെയും ആ മര്യാദാപാലനമാണ് വർണ്ണിക്കപ്പെടുന്നത്. ചുമതലപ്പെട്ടവരെ പരാജയപ്പെടുമ്പോൾ ഭഗവാൻ അവതരിച്ച് ആ മര്യാദയെ പാലിക്കുന്നു. അപ്പോൾ സ്വായംഭുവ മനുവിന് ആ ശതരൂപയിൽ പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാരും ആകൂതി മുതലായിട്ടുള്ള പുത്രിമാരും ഉണ്ടായെന്നും മറ്റും ആ ചതുർത്ഥത്തിൽ പറഞ്ഞു. എന്നാൽ ജ്യേഷ്ഠനായിരിക്കുന്ന പ്രിയവ്രതൻ്റെ ചരിത്രം ചതുർത്ഥത്തിലല്ല, ഒടുവിൽ ഒരു സൂചന മാത്രമായിട്ടേ വന്നിട്ടുള്ളൂ. അദ്ദേഹം നിവൃത്തിമാർഗത്തെ അവലംബിക്കിയാലാണ് ആ അനുജൻ രാജ്യഭാരം ചെയ്തത് എന്നിവിടെയാണ് പറയുന്നത്. ആത്മാരാമഹ ഗൃഹേ അരമത, 2 അപ്പം ഇവിടെയാണ് അത് പറയണത് എന്നർത്ഥം. അപ്പോൾ നമ്മൾക്ക് നോക്കാം. രാജാവ് പറയാണ്, മുനേ, പരമഭക്തനും ആത്മാരാമനും ആയിരിക്കുന്ന പ്രിയവ്രതൻ എങ്ങനെ ആ ഗൃഹത്തിൽ കുറേ കാലം സുഖിച്ചു കഴിഞ്ഞു. കർമ്മം കൊണ്ടുള്ള ബന്ധവും ആത്മരൂപ തിരസ്കാരവും ഗൃഹം മൂലമാണല്ലോ ഉണ്ടാവുന്നത്. ഇവിടെ പഞ്ചമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഹേ മുനേ, ഭഗവത് ഭക്തനും ആത്മാരാമനുമായിരിക്കുന്ന പ്രിയവ്രതൻ എങ്ങനെ ആ ഗൃഹസ്ഥാശ്രമത്തിൽ രമിച്ചു. ആത്മജ്ഞാനത്തിനും കർമ്മബന്ധനത്തിനും മൂലകാരണം ആ ഗൃഹസ്ഥാശ്രമ സ്വീകാരം അല്ലയോ. വിവേകിയായിരിക്കുന്ന പ്രിയവ്രതൻ അതിനെ സ്വീകരിച്ചതായിട്ട് അറിയുന്നതിനാൽ ആശ്ചര്യം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. ശ്രീകൃഷ്ണായ നമഃ. ഷഡ്വിംശത്
ഇത്യാധുനാധ്യായൈ പഞ്ചമേ സ്ഥാനമീയതേ. പഞ്ചമത്തിൽ ആ സ്ഥാനം എന്നതിനെ പറ്റിയിട്ട് പറയുന്നു. തത്രതു പ്രഥമേ അധ്യായേ ജ്ഞാനിനോ നിർവൃതി പുനശ്ച ജ്ഞാനനിഷ്ഠേതി പ്രിയവ്രതകഥാദ്ഭുത. രാജോവാച മുനേ, രാജാവ് പറയുന്നു, അല്ലയോ മഹാമുനെ, ഭാഗവതഃ ആത്മാരാമഃ, ഭാഗവതനും ആത്മാരാമനും ആയിരിക്കുന്ന പ്രിയവ്രതൻ ഗൃഹേ കഥം രേമേ, ഗൃഹത്തിൽ എങ്ങനെയാണ് രമിച്ചത്. യന്മൂലഃ കർമ്മബന്ധ, അതുമൂലം കർമ്മബന്ധം ഉണ്ടാക്കുന്നതല്ലേ എന്നുള്ളതാണ് അവിടെ ചോദ്യം. അപ്പോൾ രാജോവാച ഹേ മുനേ ഭാഗവതഃ ആത്മാരാമഃ പ്രിയവ്രതോ ഗൃഹേ കഥം രേമേ. പ്രകാരമാണ് അല്ലയോ മഹർഷീശ്വര ആ ഭാഗവതനും ആത്മാരാമനും ആയിരിക്കുന്ന പ്രിയവ്രതൻ ആ ഗൃഹത്തിൽ അങ്ങനെ രമിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മുനേ ഭാഗവതഃ ആത്മാരാമഃ പ്രിയവ്രതോ ഗൃഹേ കഥം രേമേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. രണ്ടാമത്തെ ശ്ലോകം. ന നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷ്വഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. ന നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷ്വഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. അവിടെ ആ പദങ്ങൾ വരുന്നത് നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷു അഭിനിവേശോയം എന്നുള്ളത് ഗൃഹേഷു അഭിനിവേശോയം എന്നുള്ളതാണ്. രണ്ട് പദങ്ങൾ ചേർന്നിട്ടാണ് ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതും അർഹതി എന്നുള്ളത് ചേർത്തിട്ടാണ് ഭവിതും അർഹതി എന്നുള്ളത് ചേർത്തിട്ടാണ് ഭവിതും അർഹതി. നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷ്വഭിനിവേശോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ശ്ലേഷം കാണാം. വിശ്ലേഷം ഒന്നിച്ച് ചേർത്തിട്ട് അപ്പം ചൊല്ലുമ്പോൾ ഉള്ള പ്രൊനൗൺസിയേഷൻ, ആ ഉച്ചാരണം ഗൃഹേഷ്വഭിനിവേശോയം, വേശോയം എന്നുള്ളത് കൂടിച്ചേർന്ന പോലെ തോന്നണം നമുക്ക്. അഭിനിവേശോയം പുംസാം ഭവിതും അർഹതി. ഒന്നിച്ച് തന്നെ വായിക്കണം, പക്ഷേ അത് ചേർത്ത പോലെ തോന്നുകയും വേണം. ഉച്ചാരണം അതിനനുസരിച്ചാവുകയും വേണം. ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതും അർഹതി. അപ്പോൾ ഇവിടെ ഹേ ദ്വിജർഷഭ, അല്ലയോ മഹാബ്രാഹ്മണനായിരിക്കുന്ന മഹർഷീശ്വര, താദൃശാനാം അത്തരം മുക്തസംഗാനാം ആ സംഘങ്ങളെ ഉപേക്ഷിച്ചിട്ടുള്ള, സംഘത്തിൽ നിന്നും മുക്തന്മാരായിട്ടുള്ള പുമാന്മാർക്ക്, ആ മനുഷ്യന്മാർക്ക് ഗൃഹേഷു ആ ഗൃഹസ്ഥ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആ താല്പര്യം, ഗൃഹേഷു അയം ഇങ്ങനെയുള്ള അഭിനിവേശ, ഇങ്ങനെയുള്ള താല്പര്യം ഭവിതം ഉണ്ടാകാൻ ന അർഹതി, കാരണം ഇല്ലല്ലോ, അത് തീർച്ചയല്ലേ എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഹേ വിപ്രശ്രേ ഹേ ദ്വിജർഷഭ, അല്ലയോ മഹാബ്രാഹ്മണ, താദൃശാനാം അത്തരം മുക്തസംഗാനാം സംഘം ഉപേക്ഷിച്ചിരിക്കുന്ന പുംസാം ആ പുമാന്മാർക്ക്, പുരുഷന്മാർക്ക് ഗൃഹസ്ഥകാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു അഭിനിവേശം, താല്പര്യം ഭവിതും ഉണ്ടാകാൻ ന അർഹതി, അർഹത ഇല്ലല്ലോ, അത് തീർച്ച തന്നെ. അതാണ് നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷു അഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. അപ്പോൾ അല്ലയോ മുനിശ്രേഷ്ഠ, മുക്തസംഗന്മാരായിരിക്കുന്ന അങ്ങനെയുള്ള ആ വ്യക്തികൾക്ക് ഈ മാതിരിയുള്ള ഗൃഹാഭിനിവേശം ഉണ്ടാകാനിടയില്ല, നിശ്ചയം ആകുന്നു. ഹേ ബ്രാഹ്മണോത്തമ, ഗൃഹങ്ങളിൽ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ആസക്തി, ദോഷദർശനം നിമിത്തം സർവവിഷയങ്ങളെയും പരിത്യജിച്ചിരിക്കുന്ന ആ പ്രിയവ്രത തുല്യന്മാരായിരിക്കുന്ന മഹാജനങ്ങൾക്ക് ഉണ്ടാവാൻ
സംഗതിയില്ലെന്നത് നിശ്ചയം തന്നെ എന്നുള്ളതാണ് ഇവിടെ അർത്ഥമല്ല. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുക്തസംഗാനം, ഈ സംഘങ്ങളിൽ നിന്നുമൊക്കെ മുക്തന്മാരായിരിക്കുന്ന താദൃശാനാം അത്തരം പുംസാം പുരുഷന്മാർക്ക് ഗൃഹേഷു ആ ഗൃഹത്തിലുള്ള പ്രവേശോ ഗൃഹത്തിൽ പ്രവേശിക്കുക, ഭവിതും അവിടെ ജീവിക്കുക, ഇവയെല്ലാം നാർഹതി അവർക്ക് യോജിച്ചതല്ല, അർഹർ അല്ല. ഗൃഹേഷത്തിൽ പ്രവേശിച്ച് ജീവിക്കുന്ന ആ മാർഗം അവർക്ക്, ആ ലൗകിക മാർഗം അവർക്ക് ഒരിക്കലും അർഹതയില്ലാത്തതാണ്. മുക്തസംഗാനാം താദൃശാനാം പുംസാം, മുക്തസംഗന്മാരായിരിക്കുന്ന അത്തരം പുരുഷന്മാർക്ക്, അതായത് അത്തരം എന്ന് പറയുന്നത് ഇവിടെ അഭാഗവതന്മാർക്കും ആത്മാരാമന്മാർക്കും എന്നർത്ഥം. അങ്ങനെയുള്ള ആളായിരുന്നു പ്രിയവ്രതൻ. ഭാഗവതനും പരമഭാഗവതനും ആത്മാരാമനും, ഭഗവാനിൽ മാത്രം ആ ആത്മരതിയിൽ മാത്രം വർത്തിക്കുന്ന ആ പ്രിയവ്രതനെ പോലുള്ള ആ മഹാപുരുഷന്മാർക്ക് ഇങ്ങനെ ഗൃഹത്തിൽ പ്രവേശിച്ച് സുഖിച്ച് ജീവിക്കുക എന്നുള്ളത് അവർക്ക് യോജിച്ച പ്രവൃത്തിയല്ല എന്നർത്ഥം. പ്രവേശാനാം പുംസാം ഗൃഹേഷു പ്രവേശോ ഭവിതും നാർഹതി. ഇപ്പോൾ ഒന്നുകൂടി പറയാൻ അതിലത്തെ വ്യാഖ്യാനം. മുക്തസംഗാനാം താദൃശാനാം പുംസാം ഗൃഹേഷു പ്രവേശോ ഭവിതും നാർഹതി എന്നുള്ളതാണ് അതിലത്തെ ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഭാഗവതോത്തമന്മാർ അലയോ ശുക മഹർഷയെ, അപ്രകാരം ആ വിരക്തിയെ പ്രാപിച്ചവർക്ക് ഗാർഹിക വിഷയങ്ങളിൽ താല്പര്യം വരുവാൻ അവകാശമില്ലല്ലോ എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിൽ പറയുന്നു, അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, മൂന്നാമത്തെ മഹതാം ഖലു വിപ്രശ്രേ ഉത്തമ ശ്ലോകപാദയോ ഛായാനിർവൃതി ചിത്താനാം ന കുടുംബേ സ്പൃഹാമതി. മഹതാം ഖലു വിപ്രശ്രേ, അല്ലയോ വിപ്രശ്രേ, അല്ലയോ വിപ്രശ്രേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മർഷേ, ഉത്തമ ശ്ലോകപാദയോഹോ എന്ന് പറഞ്ഞാൽ സൽകീർത്തിമാനായിരിക്കുന്ന ആ ഭഗവാന്റെ ശ്രീപാദങ്ങളുടെ ഛായാനിർവൃത ചിത്താനാം, അപ്പം ശ്രീപാദങ്ങളുടെ തണലിൽ നിർവൃതി കണ്ടെത്തുന്ന മനസ്സുള്ള മഹതാം, ആദ്യം പറഞ്ഞ മഹതാം ആദ്യത്തെ വാക്ക് മഹാന്മാർക്ക് കുടുംബേ ആ കുടുംബ ജീവിതത്തിൽ സ്പൃഹാമതി ആഗ്രഹമുള്ള മനസ്ഥിതി നിശ്ചയമായിട്ടും ഇല്ലല്ലോ. ന ഖലു എന്നാ പറഞ്ഞത്. മഹതാം ഖലു വിപ്രശ്രേ ഉത്തമ ശ്ലോകപാദയോ ഛായാനിർവൃത ചിത്താനാം ന ഖലു കുടുംബേ സ്പൃഹാമതിം. അത്തരക്കാർക്ക് അങ്ങനെയുള്ള കുടുംബകാര്യങ്ങളിൽ നിശ്ചയമായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ വിപ്രശ്രേ, അല്ലയോ ബ്രഹ്മർഷേ, ഉത്തമ ശ്ലോകപാദയോഹോ സൽകീർത്തിമാനായിരിക്കുന്ന ആ ഭഗവാന്റെ ശ്രീപാദങ്ങളുടെ ഛായാനിർവൃത ചിത്താനാം ആ തണലിൽ നിർവൃതി കണ്ടെത്തുന്ന മനസ്സുള്ള മഹതാം ആ മഹാന്മാർക്ക് കുടുംബേ ആ കുടുംബജീവിതത്തിൽ സ്പൃഹാമതി ആഗ്രഹ മനസ്ഥിതി ന ഖലു നിശ്ചയമായിട്ടും ഇല്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അന്വയം വന്നിട്ട് ഹേ ദ്വിജർഷഭ താദൃശാനാം മുക്തസംഗാനാം പുംസാം ഗൃഹേഷു അയം അഭിനിവേശഃ ഭവിതും ന അർഹതി എന്നുള്ളതാണ് വരിക അതിൻ്റെ അന്വയം. ഇന്നുകൂടി പറയാം. ഹേ ദ്വിജർഷഭ താദൃശാനാം മുക്തസംഗാനാം പുംസാം ഗൃഹേഷു അയം അഭിനിവേശഃ ഭവിതും ന അർഹതി. അല്ലയോ മഹാബ്രാഹ്മണ, അത്തരം ആ സംഘം ഉപേക്ഷിച്ചിരിക്കുന്ന പുരുഷന്മാർക്ക് ഗൃഹസ്ഥ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആ അഭിനിവേശം ഉണ്ടാകാൻ അർഹതയില്ല എന്നുള്ളത് തീർച്ച തന്നെ. അതുപോലെ ഇതിലത്തെ വരുമ്പോൾ ഹേ വിപ്രശ്രേ ഉത്തമ ശ്ലോകപാദയോഹോ ഛായാനിർവൃതി ചിത്താനാം മഹതാം കുടുംബേ സ്പൃഹാമതി ന ഖലു. ഒന്നുകൂടി പറയാം. ഹേ വിപ്രശ്രേ ഉത്തമ ശ്ലോകപാദയോഹോ ഛായാനിർവൃത ചിത്താനാം മഹതാം കുടുംബേ സ്പൃഹാമതി ന ഖലു. അപ്പോൾ അലയോ ബ്രഹ്മർഷേ ആ
സൽകീർത്തിമാനായിരിക്കുന്ന ആ ഭഗവാന്റെ ശ്രീപാദങ്ങളുടെ ആ തണലിൽ നിർവൃതി കണ്ടെത്തുന്ന മനസ്സുള്ള ആ മഹാന്മാർക്ക്, മഹാപുരുഷന്മാർക്ക് കുടുംബജീവിതത്തിൽ ആഗ്രഹം നിശ്ചയമായിട്ടും ഇല്ലല്ലോ എന്നുള്ളതാണ് പറയണത്. അപ്പോൾ വിപ്രശ്രേ പുണ്യകീർത്തിമാനായിരിക്കുന്ന ഭഗവാന്റെ പാദഛായയാൽ പരമാനന്ദഭരിതരായിരിക്കുന്ന ആ വിശിഷ്ട വ്യക്തികൾക്ക് കുടുംബാദികളിൽ ആസക്തമായിരിക്കുന്ന ബുദ്ധി ഒരിക്കലും ഉണ്ടാവുകയില്ല. അല്ലയോ ബ്രഹ്മർഷേ, എന്തുകൊണ്ടെന്നാൽ ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവർക്ക് അതിൽ നിന്നുള്ള നിർവൃതിയല്ലാതെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ഭവിക്കയില്ലല്ലോ എന്നുള്ളതാണ് അവിടെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരണം. എല്ലാം അറിഞ്ഞിരിക്കുന്ന ഹേ ബ്രഹ്മൻ, ഭാര്യാപുത്രധനാദിഭാവങ്ങളിൽ ആസക്തനായിരിക്കുന്ന പ്രിയവ്രതന് ശ്രീകൃഷ്ണനിൽ അചഞ്ചലമായിരിക്കുന്ന ഭക്തിയും മോക്ഷവും ലഭിച്ചുവെന്ന് കേട്ടതിൽ മഹാസംശയം ജനിക്കുന്നു. അപ്പോൾ ഹേ വിപ്രോത്തമ, അജ്ഞാനത്തെ നിശേഷം നശിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയിരിക്കുന്ന ആ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും സിദ്ധിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്ന മഹാന്മാരുടെ പ്രിയവ്രതനെ പോലുള്ള മഹാന്മാരുടെ മനസ്സിൽ അത്യുൽപ്പവും ബന്ധഹേതുവുമായിരിക്കുന്ന കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ആ ക്ഷുദ്ര സുഖത്തിൽ ആശങ്കയുണ്ടാകുകയില്ല നിശ്ചയം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം ഹേ വിപ്രശ്രേ, അല്ലയോ വിപ്രശ്രേ ബ്രഹ്മർഷേ, മഹതാം മഹത്തുക്കളായിരിക്കുന്ന ഇത്തരം പുരുഷന്മാർക്ക്, മഹാവ്യക്തികൾക്ക് കുടുംബേ സ്പൃഹാമതിശ്ച, കുടുംബത്തിലുള്ള ആഗ്രഹം ആകുന്ന ബുദ്ധി ന ഭവതി, ഒരിക്കലും സംഭവിക്കുന്നില്ല. അതാണ് അതിൻ്റെ വ്യാഖ്യാനം വന്നിരിക്കുന്നത്. ഹേ വിപ്രശ്രേ, അല്ലയോ ബ്രഹ്മർഷേ, മഹതാം കുടുംബേ, മഹത്തുക്കൾക്ക് കുടുംബത്തിൽ സ്പൃഹാമതിശ്ച, ആഗ്രഹം ഉള്ള ആ ബുദ്ധി ന ഭവതി, ഉണ്ടാവുകയില്ല. ഹേ വിപ്രശ്രേ മഹതാം കുടുംബേ സ്പൃഹാമതിശ്ച ന ഭവതി എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. ഹേ വിപ്രശ്രേ മഹതാം കുടുംബേ സ്പൃഹാമതിശ്ച ന ഭവതി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ആയിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാരസുതാദിഷു സക്തസ്യ യൽ സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരു അച്യുത. സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാരസുതാദിഷു സക്തസ്യ യത് സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുത. അപ്പോൾ അവിടെ സംശയോ ചേർത്തിട്ട് അയം, മൂന്നാമത്തെ ഇതിലെ മഹതാം ഖലു വിപ്രശ്രേ ഉത്തമശ്ലോക പാദയോ, രണ്ട് പദങ്ങൾ ഉത്തമശ്ലോക പ്ലസ് പാദയോ ചേർത്തിട്ടാണ് ഉത്തമശ്ലോക പാദയോ. അതുപോലെ ഛായ നിർവൃത ചിത്താനാം എന്നുള്ളത് ഛായ നിർവൃത ചിത്താനാം, മൂന്നെണ്ണം ചേർന്നതാണ് നിർവൃത ചിത്താനാം ന കുടുംബേ സ്പൃഹാമതി. അതുപോലെ അടുത്ത ഇതിൽ സംശയോ നീട്ടൊരു വിശ്ലേഷണം കാണാം. സംശയോയം, രണ്ടും കൂടി ചേർത്തിട്ട് അങ്ങനെ ചെല്ലണം. സംശയോയം, അയം എന്നുള്ളത് അവിടെ സ്ഫുരിക്കണം. സംശയോയം, അതാണ് ഉച്ചാരണ ശുദ്ധി. സംശയോയം മഹാൻ ബ്രഹ്മൻ ധാരാകാര സുത, ഒന്നിച്ചാണ് ധാരാകാര സുതാദിഷു എന്നുള്ളത് ധാരാകാര പ്ലസ് സുതാദിഷു രണ്ടും ചേർത്തതാണ്. സക്തസ്യ യത് സിദ്ധിരഭൂത്, യത് സിദ്ധിരഭൂത് ഒന്നിച്ചാണ് ഇതിൽ പദം, അത് രണ്ട് പദങ്ങളാണ്. യത് സിദ്ധിരഭൂത്, പിന്നെ കൃഷ്ണേ ച മതിരച്യുത. അപ്പോൾ യത് സിദ്ധിരഭൂത് കൃഷ്ണേ ഒന്നിച്ച്, ച മതിരച്യുത, മതിരദ്ഭുത എന്നല്ല മതിരച്യുത, മതിരച്യുത, ഇങ്ങനെയാണ് പദങ്ങൾ വരുന്നത്. അപ്പോൾ ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന മഹർഷേ, ദാരം ദാരം ആകാരം സുതഃ, ഇത് മൂന്നെണ്ണം. ദാരം ആകാരം സുതഃ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭവനം
പുത്രൻ ഇത്യാദികൾ. ദാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ. ഗാരം ആകാരം, ദാരം ആകാരം ചേർത്തിട്ട് ധാരാകാരം, ധാരാകാരം അങ്ങനെ തന്നെ പറയണം. ധാരാകാരം, ധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ, ആകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനം, പുത്രൻ ഇത്യാദികൾ. ധാരാകാര സുതാദിഷു, ആദിസുതൻ ആദികളിൽ, ആദിഷു എന്ന് പറഞ്ഞാൽ ഇത്യാദികളിൽ. സക്തസ്യ ആസക്തൻ ആയവന്, അവരിലൊക്കെ ആസക്തന്മാരായിരിക്കുന്ന ഒരു ഗൃഹസ്ഥന് എന്നർത്ഥം. ഗൃഹസ്ഥന് കൃഷ്ണേ ഭഗവാങ്കൽ, അച്യുത വീഴ്ചയില്ലാത്ത മതിഹി ശ്രദ്ധ, തന്മൂലം സിദ്ധിഹി ച സിദ്ധിയും. അങ്ങനെയുള്ള ഒരാൾക്ക് ആ ഭഗവാൻ അച്യുതനിൽ വീഴ്ചയില്ലാത്ത ശ്രദ്ധ ഉണ്ടെങ്കിൽ അത് മൂലം സിദ്ധിച്ച സിദ്ധി ഉണ്ടാവണം, അഭൂത് സിദ്ധി ഉണ്ടായി. യത് എന്ന അയം, ഇത് മഹാൻ, ഇത് മഹാൻ കാര്യമായിരിക്കുന്ന സംശയം, സംശയകാരണം ആയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആ പ്രിയവ്രതനിൽ, ആ ഗൃഹസ്ഥ കാര്യങ്ങളിൽ രമിച്ചിരിക്കുന്ന പ്രിയവ്രതനിൽ ഇപ്രകാരം ഭക്തിയും അതുപോലെ വൈരാഗ്യവും വന്നു ചേരാൻ എന്താണ് കാരണം എന്ന സംശയം അവിടെ ഉത്ഭവിച്ചിരിക്കുന്നു. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്നവനെ, ധാരാകാര സുതാദിഷു, ധാരം ആകാരം സുത ആദിഷു, ഭാര്യ ഭവനം പുത്രൻ ഇത്യാദികളിൽ സക്തസ്യ ആസക്തനായവന് കൃഷ്ണേ ഭഗവാങ്കൽ അച്യുത വീഴ്ചയില്ലാത്ത മതിഹി ശ്രദ്ധയും തന്മൂലം സിദ്ധിഹി ച സിദ്ധിയും അഭൂത് ഉണ്ടായി. യത് എന്ന അയം, എന്ന അയം ഇത് എന്ന ഈ ഒരു കാര്യം, മഹാൻ കാര്യമായിരിക്കുന്ന ഒരു സംശയം, സംശയകാരണത്തെ, കാര്യമായിരിക്കുന്ന അയം മഹാൻ സംശയ, കാര്യമായിരിക്കുന്ന ഈ സംശയകാരണം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആ അന്വയം വന്നിട്ട് ഹേ ബ്രഹ്മൻ ധാരാകാര സുതാദിഷു സക്തസ്യ കൃഷ്ണേ അച്യുത മതിഹി സിദ്ധിഹി ച അഭൂത് യത് അയം മഹാൻ സംശയഃ യത് അയം മഹാൻ സംശയഃ. ഹേ ബ്രഹ്മൻ ധാരാകാര സുതാദിഷു സക്തസ്യ കൃഷ്ണേ അച്യുതഃ മതിഹി സിദ്ധിഹി ച അഭൂത് അയം മഹാൻ സംശയഃ. അല്ലയോ അശുക മഹർഷേ, അപ്രകാരം ആ വിരക്തിയെ പ്രാപിച്ചവർക്ക് ആ ഗാർഹിക വിഷയങ്ങളിൽ താല്പര്യം വരുവാൻ അവകാശമില്ലല്ലോ. അല്ലയോ ബ്രഹ്മർഷി, എന്തുകൊണ്ടെന്നാൽ ആ ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവർക്ക് അതിൽ നിന്നുള്ള ആ നിർവൃതിയല്ലാതെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ഭവിക്കുകയില്ലയോ. അല്ലയോ ബ്രഹ്മൻ, ആ പത്നി ഗൃഹം പുത്രന്മാർ എന്നിത്യാദികളിൽ ആസക്തനായവന് സിദ്ധികളും കൃഷ്ണനിൽ അചഞ്ചലമായിരിക്കുന്ന ഭക്തിയും എങ്ങനെ ഉണ്ടാകും എന്നത് കാര്യമായിരിക്കുന്ന സംശയം. അങ്ങനെയുള്ള ഒരു സംശയം ഉണ്ടെന്നർത്ഥം. ഛായാനിർവൃതി ചിത്തർ എന്ന് കഴിഞ്ഞാൽ ആ ശ്രീപാദങ്ങളുടെ തണലേറ്റ് കുളിർമയിൽ ആനന്ദഭരിതരായവർ എന്നർത്ഥം. ഗാർഹിക ജീവിതത്തിൽ ആസക്തന്മാരായവർക്ക് അതേസമയം വിരക്തന്മാർക്ക് മാത്രം ഗാർഹിക ജീവിതത്തിൽ ആസക്തരായവർക്ക് ഛായാനിർവൃത ചിത്തർ എന്ന് പറയുന്ന ശ്രീപാദങ്ങളുടെ തണലേറ്റ് ആ കുളിർമയിൽ ആനന്ദഭരിതരായവർ ഗാർഹിക ജീവിതത്തിൽ അങ്ങനെ ആസക്തരായിരിക്കുന്ന അത്തരക്കാർക്ക്, അതേസമയം വിരക്തന്മാർക്ക് മാത്രം സിദ്ധിക്കാവുന്ന ഈ ദൃഢമായിരിക്കുന്ന ഭക്തിഭാവം ഉണ്ടാവുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ സംശയം. അവ പരസ്പരം വിരുദ്ധങ്ങളല്ലേ എന്നർത്ഥം. ഇങ്ങനെയുള്ള ആ ഗൃഹസ്ഥാശ്രമികൾക്ക്, ഭഗവാന്റെ ആ പാദത്തിൽ ശ്രദ്ധയുള്ളവർക്ക്, അങ്ങനെയുള്ള ആ പ്രിയവ്രതനെ പോലുള്ള മഹാന്മാർക്ക്, അവർക്ക് ഈ വിരക്തന്മാർക്ക് മാത്രം സിദ്ധിക്കാവുന്ന ഈ ദൃഢമായിരിക്കുന്ന ഭക്തിഭാവം
ഉണ്ടായതെങ്ങനെ എന്നാണ് സംശയം എന്നുള്ളതാണ് ഇവിടെ സംശയമായിട്ട് ചോദിക്കുന്നത്. എല്ലാം അറിഞ്ഞിരിക്കുന്ന ഹേ ബ്രഹ്മൻ, ഭാര്യാപുത്ര ധനാദിഭാവങ്ങളിൽ ആസക്തനായിരിക്കുന്ന പ്രിയവ്രതന് ആ ശ്രീകൃഷ്ണനിൽ അചഞ്ചലമായിരിക്കുന്ന ഭക്തിയും മോക്ഷവും ലഭിച്ചുവെന്നു കേട്ടതിൽ മഹാസംശയം ജനിക്കുന്നു. സർവജ്ഞനായ അങ്ങൊന്ന് അതിനെ തീർത്തു തരണം എന്നുള്ളതാണ് പറയുന്നത്. ബ്രഹ്മൻ, പത്നി, ഗൃഹം, പുത്രന്മാർ എന്നിവയിൽ സക്തനായവർ മുക്തിയും സച്ചിദാനന്ദമൂർത്തിയും ആയിരിക്കുന്ന ഭഗവാനിൽ ഇടറാത്ത ബുദ്ധിയും എങ്ങനെയുണ്ടായി എന്ന സംശയം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതിലത്തെ വ്യാഖ്യാനത്തിൽ കിഞ്ച സ്ത്രീപുത്രാദിഷു സക്തസ്യ എന്ന ആ സ്ത്രീപുത്ര ആദികളിൽ സക്തന്മാരായിരിക്കുന്ന മോക്ഷ കൃഷ്ണേ മതിശ്ച കഥം, അങ്ങനെ സക്തന്മാരായിരിക്കുന്ന അവർക്ക് മോക്ഷ കൃഷ്ണേ മതിശ്ച മോക്ഷപാദം ആയിരിക്കുന്ന ആ കൃഷ്ണനിൽ ഉള്ള ആ ബുദ്ധി എപ്രകാരം ഉണ്ടായി. കിംച സ്ത്രീപുത്രാദിഷു സക്തസ്യ മോക്ഷ കൃഷ്ണേ മതിശ്ച കഥം, മോക്ഷ മാർഗം ആയിരിക്കുന്ന ആ കൃഷ്ണനിൽ സ്ത്രീപുത്രാദികളിൽ സക്തരായിരിക്കുന്ന ആ ഭക്തന്മാർക്ക് എങ്ങനെ അങ്ങനെയുള്ള ഒരു ബുദ്ധി ഉണ്ടായി. കഥം മതിശ്ച എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനം വന്നിട്ട് മുക്തസംഗ അല്ല കിംച സ്ത്രീപുത്രാദിഷു സക്തസ്യ മോക്ഷ കൃഷ്ണേ മതിശ്ച കഥം എന്നുള്ളതാണ് അവിടെ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം അതിനുത്തരമായിട്ട് ആ ശ്രീ ശുഖബ്രഹ്മർഷി പറയുകയാണ്. ശ്രീ ശുഖബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ആ ശ്രീ ശുഖബ്രഹ്മർഷി പറയുകയാണ്. അല്ലയോ അടുത്ത ശ്ലോകം ബാഠമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ഇനി ഇവിടെ തൊട്ടിട്ട് ഒരു ഗദ്യഭാവത്തിലാണ് ആ ശ്ലോകങ്ങൾ വരുന്നത്. ബാഠമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസ ആവേശിതചേതസോ ഭാഗവത പരമഹംസ ദയിത കഥാം കിഞ്ചിദന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തി. നല്ലോണം ശ്രദ്ധിച്ച് വായിക്കുക. ബാഠമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസ. ഓരോ പദങ്ങളും അതിൻ്റെ അവസാനിക്കുന്ന സ്ഥലങ്ങൾ വളരെ ശ്രദ്ധിച്ച് അത് ഗദ്യമായിട്ട് വായിക്കണം. ആവേശിത ചേതസോ ഭാഗവത പരമഹംസ ദയിത കഥാം കിഞ്ചിദന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിന്വന്തി. ഇവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ശ്രീശുഗോവാച ബാഠമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദ മകരന്ദരസ ആവേശിത ചേതസഃ എന്നൊക്കെയാണ് വരുന്നത്. ഉത്തമ ശ്ലോകസ്യ എന്ന് പറയുമ്പോൾ ഇത് ഉത്തമ പ്ലസ് ശ്ലോകസ്യ എന്ന് വരുന്നുണ്ട്. ഉത്തമ ശ്ലോകസ്യ. പിന്നെ അടുത്തത് ശ്രീമച്ചരണാരവിന്ദ മകരന്ദരസേ. അത് ശരിക്ക് ശ്രീമത് ചരണാരവിന്ദ മകരന്ദ രസ ആവേശിത ചേതസഃ. മകരന്ദ രസേ എന്നുള്ളത് രസ ആവേശിത ചേതസഃ എന്ന് കൂടുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതാണ് ശ്രീമത് ചരണാരവിന്ദ മകരന്ദരസേ ആവേശിത ചേതസോ. രസേ നമ്മുടെ മകരന്ദരസ രസത്തിലാണ്. അപ്പം മകരന്ദരസ നേടും. മകരന്ദരസ ആവേശിത ചേതസഃ. ചേതസോ എന്ന് പറഞ്ഞാൽ അതിന് വിസർഗം അങ്ങനെയും പറയാം. ആവേശിത ചേതസഃ. അതിനൊക്കെ ഓ എന്നുള്ള ഉച്ചാരണം സംസ്കൃതത്തിൽ ശ്ലോകത്തിൽ വരും. അത് ചൊല്ലിപ്പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വിസർഗം പറഞ്ഞ് ചൊല്ലിയാലും അത് തെറ്റില്ല. ആവേശിത ചേതസഃ. പിന്നെ ഭാഗവത പരമഹംസ ദയിത
ഭാഗവത പരമഹംസ ദൈതകഥാം എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് മൂന്നും ചേർത്തിട്ടാണ് ഭാഗവത പരമഹംസ ദൈതകഥാം. കിംജിത് കിഞ്ചിതന്തരായ വിഹതാം എന്നാണ്. കിഞ്ചിൽ അന്തരായ വിഹതാം എന്നുള്ളത് ചേർത്തിട്ടാണ് കിഞ്ചിതന്തരായ വിഹതാം. സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിൻവന്തി. അപ്പോൾ ഒന്നുകൂടി ചൊല്ലാം. ബാഢമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസ ആവേശിതചേതസോ ഭാഗവത പരമഹംസ ദൈതകഥാം. ഒന്നിച്ചാണ്. ഭാഗവത പരമഹംസ ദൈതകഥാം കിഞ്ചിദന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിൻവന്തി. അപ്പോൾ ബാഢം ഉക്തം എന്നുള്ളതാണ് ബാഢമുക്തം എന്ന് പറഞ്ഞത്. ബാഢമുക്തം എന്ന് പറഞ്ഞാൽ അല്ലയോ പരീക്ഷിത്തേ, അങ്ങ് പറഞ്ഞത് എന്നർത്ഥം. അല്ലയോ പരീക്ഷിത്തേ, അങ്ങ് പറഞ്ഞത്. ബാഢം ഉക്തം, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ബാഢം, അങ്ങ് പറഞ്ഞത് ശരിയാണ് എങ്കിലും ഭഗവതഃ ഉത്തമശ്ലോകസ്യ, കീർത്തിമാനായിരിക്കുന്ന ഭഗവാന്റെ ശ്രീമത് ചരണാരവിന്ദമകരന്ദരസ, ആ ശ്രീപാദങ്ങളാകുന്ന ആ താമരയിൽ നിന്നും ഒഴുകുന്ന ആ പൂന്തേനിൻ്റെ രസത്തിൽ ആവേശിത ചേതസഹ, ആവേശം കൊള്ളുന്ന മനസ്സോടുകൂടിയവർക്ക് ഭാഗവത പരമഹംസദൈത കഥാം, ആ ഭഗവത് ഭക്തരാകുന്ന രാജഹംസങ്ങൾക്ക് പ്രിയങ്കരങ്ങളാകുന്ന കഥയാകുന്ന ആണ്. അതാണ് ഭാഗവത പരമഹംസദൈത കഥാം. ഭാഗവത ഭക്തന്മാരാകുന്ന രാജഹംസങ്ങൾക്ക് പ്രിയതരങ്ങളായിരിക്കുന്ന കഥകളാകുന്ന ആ ശിവതമാം. അടുത്തത് ആ ശിവതമാം സ്വാം പദവീം, ആ അതിവിശുദ്ധമായിരിക്കുന്ന തൻ്റെ അവസ്ഥയെ, ശിവതമാം സ്വാം പദവീം, അതിവിശുദ്ധമായിരിക്കുന്ന തൻ്റെ അവസ്ഥയെ കിഞ്ചിദന്തരായ വിഹതഃ അപി എന്നുള്ളതാണ്. കിഞ്ചിദന്തരായ വിഹതാം അപി, എന്തെങ്കിലും ചില വിഘ്നങ്ങളാൽ തടസ്സപ്പെടുത്തപ്പെട്ടാലും, അങ്ങനെയുള്ളവർക്ക് ഈ കഥകളിൽ എന്തെങ്കിലും ആ വിഘ്നങ്ങൾ വന്ന് തടസ്സപ്പെട്ടാലും അത് പ്രായേണ ഹിൻവന്തി, സാധാരണയായിട്ട് ആ ഭഗവൻ മാർഗത്തെ അവർ ഉപേക്ഷിക്കാറില്ല. അങ്ങനെ പല ഗൃഹസ്ഥന്മാർക്ക് അങ്ങനെ പല പ്രശ്നങ്ങളും വരും. പക്ഷെ ആ പ്രശ്നങ്ങളിലൊക്കെ കൂടെ പോയാൽ ആ ഗൃഹസ്ഥന്മാർ ആ ഭഗവൻ മാർഗത്തെ വിട്ട് ചരിക്കാറില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ബാഢം മുക്തം, അല്ലയോ പരീക്ഷിത്തേ, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. എങ്കിലും ഭഗവതഃ ഉത്തമശ്ലോകസ്യ, കീർത്തിമാനായിരിക്കുന്ന ഭഗവാന്റെ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസേ, ആ ശ്രീപാദങ്ങളാകുന്ന താമരയിൽ നിന്നും ഒഴുകുന്ന പൂന്തേനിൻ്റെ രസത്തിൽ ആവേശിത ചേതസഹ, ആവേശം കൊള്ളുന്ന മനസ്സോടുകൂടിയവർക്ക് ഭാഗവത പരമഹംസദൈത കഥാം, ഭഗവത് ഭക്തരാകുന്ന മനസ്സോടുകൂടിയവർക്ക് ആ ഭാഗവത പരമഹംസദൈത കഥാം, ഭഗവത് ഭക്തന്മാരാകുന്ന രാജഹംസങ്ങൾക്ക് പ്രിയങ്കരങ്ങളായിരിക്കുന്ന കഥയാകുന്ന ശിവതമാം സ്വാം പദവീം, അതിവിശുദ്ധമായിരിക്കുന്ന തൻ്റെ അവസ്ഥയെ കിഞ്ചിദന്തരായ വിഹതാം അപി, എന്തെങ്കിലും ചില വിഘ്നങ്ങളാൽ തടസ്സപ്പെടുത്തപ്പെട്ടാലും പ്രായേണ ഹിൻവന്തി, സാധാരണയായിട്ട് ഉപേക്ഷിക്കാറില്ല. അപ്പം ഇതിൻ്റെ അന്വയം വന്നിട്ട് ബാഢം ഉക്തം ഭഗവതഃ, ബാഢം ഉക്തം ഭഗവതഃ ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസേ രസേ ആവേശിത ചേതസഃ ഭാഗവത പരമഹംസദൈത കഥാം, ഭാഗവത പരമഹംസദൈത കഥാം ശിവതമാം സ്വാം പദവീം കിഞ്ചിത് അന്തരായ വിഹതാം അപി പ്രായേണ ന ഹിൻവന്തി
ഒന്നുകൂടി പറയാം. ബാഠം ഉക്തം ഭഗവതഃ ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസേ ആവേശിതചേതസഃ ഭാഗവതപരമഹംസദൈതകഥാം ശിവതമാം സ്വാം പദവീം കിഞ്ചിതന്തരായ വിഹതാം അപി പ്രായേണ ന ഹിന്വന്തി. അല്ലയോ പരീക്ഷിത്തേ, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. എങ്കിലും ആ കീർത്തിമാനായിരിക്കുന്ന ഭഗവാന്റെ ആ ശ്രീപാദങ്ങളാകുന്ന താമരയിൽ നിന്നും ഒഴുകുന്ന പൂന്തേനിൻ്റെ രസത്തിൽ ആവേശം കൊള്ളുന്ന മനസ്സോടുകൂടിയവർക്ക് ആ ഭഗവത് ഭക്തന്മാരാകുന്ന രാജഹംസങ്ങൾക്ക് പ്രിയങ്കരങ്ങളായ കഥകളാകുന്ന ആ അതിവിശുദ്ധമായിരിക്കുന്ന തൻ്റെ അവസ്ഥയെ എന്തെങ്കിലും ചില വിഘ്നങ്ങളാൽ തടസ്സപ്പെട്ടാലും അത് പ്രായേണ സാധാരണയായിട്ട് ആ മാർഗത്തെ അവർ ഉപേക്ഷിക്കാറില്ല. ഭാഗവതോത്തമന്മാർ ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ മാത്രം ആശ്രയിച്ച് ആ ഭഗവത് കഥകളിൽ ലയിച്ച് ആത്മാനന്ദം അനുഭവിക്കുന്നവരാണ്. അവർക്ക് അതിൽ വല്ല വിഘ്നവും വന്നാലും അതിനെ അധീരമായിട്ട് നേരിടുകയല്ലാതെ ആ മാർഗത്തിൽ നിന്നും അവർ വ്യതിചലിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സാരം ആയിട്ട് വരുന്നത്. അപ്പോൾ ശ്രീശുഖം പറയാണ്, പരമഭക്തന്മാർക്ക് ആ ഗൃഹാദികളിൽ അഭിനിവേശം ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാലും പ്രാരബ്ധത്തിൽ കുറച്ചു കാലം ആസക്തന്മാരായ ശേഷം നിവൃത്തി വരാം അവർക്ക്. അപ്പോൾ ഭഗവാന്റെ ആ പാദപത്മമകരന്ദരസത്തിൽ തന്നെ ഭക്തന്മാരായിരിക്കുന്ന ആ ഭക്തന്മാർ വിഘ്നത്താൽ അല്പമൊന്ന് തടസ്സപ്പെട്ടാലും അവർ ആ ഭഗവാന്റെ ലീലാശ്രവണ കഥനാതിരൂപമായിരിക്കുന്ന ആ മംഗളമാർഗത്തെ പ്രായണ കൈവെടിയുകയില്ല എന്നാണ്. ഭഗവത് ഭക്തന്മാർക്ക് ആ ഗൃഹാഭിനിവേശം ജനിക്കുകയില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെ. എങ്കിലും ചില പ്രതിബന്ധങ്ങൾ നിമിത്തം ആ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശവും പൂർവ്വസംസ്കാര ബലത്താൽ അതിൽ നിന്നും പിന്നെയും നിവൃത്തി മാർഗത്തിലേക്കുള്ള പ്രവേശനവും ഉണ്ടാകുന്നതിന് വിരോധമില്ലെന്ന് ധരിപ്പിച്ചും കൊണ്ട് ആ രാജാവിൻ്റെ സംശയത്തെ പരിഹരിക്കുകയാണ്. ശ്രവണമാത്രത്താൽ ഭക്തന്മാരുടെ അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന യശസ്സോടുകൂടിയിരിക്കുന്ന ഭഗവാന്റെ ആ ചരണാരവിന്ദ ധ്യാനത്താൽ സിദ്ധിക്കുന്ന മകരന്ദത്തെ ആസ്വദിക്കുന്നതിൽ വെക്കപ്പെട്ട മനസ്സോടുകൂടിയിരുന്നാലും ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന പരമഹംസന്മാരുടെ പ്രിയനായിരിക്കുന്ന ആ ഭഗവാന്റെ കഥ ശ്രവിക്കുന്നതിൽ ചിലപ്പോൾ വിഘ്നം നേരിട്ടുവെന്ന് വരാം. എന്നാലും അവരെ ഏറ്റവും ആനന്ദിപ്പിക്കുന്ന ആ പരമപദവിയിൽ ചിരകാലം ചെയ്ത പരിശ്രമം നിമിത്തം ആ മാർഗത്തെ അവർ തീരെ ഉപേക്ഷിക്കുകയില്ല. പൂർവാഭ്യാസ ബലത്താൽ വീണ്ടും ആ ഭജനമാർഗത്തിൽ തന്നെ അവർക്ക് പ്രവേശം ലഭിക്കണു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ശ്രീശുക ഉവാച, ശ്രീശുകൻ പറയുന്നു, ഭഗവത് ചരണേ, ഭഗവാന്റെ ചരണത്തിൽ പ്രവേശിത ചേതസോ, പ്രവേശിക്കപ്പെട്ട ചേതസ്സുകൾ, ഏ തേ വിഘ്നേന, എന്തെങ്കിലും വിഘ്നങ്ങൾ വിഹതാം ഉണ്ടായാലും, വിഹതാ അപ്പി ഏ തേ വിഘ്നേന വിഹതാ അപ്പി ഉണ്ടായാലും ഭഗവത് കഥാം സ്വമാർഗം ന ത്യജന്തി, ഭഗവത് കഥകളാകുന്ന സ്വന്തം മാർഗത്തെ ഒരിക്കലും ത്യജിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത്ര സംഗ്രഹിച്ച് വളരെ വൃത്തിയായിട്ട് അതിൻ്റെ ആ വ്യാഖ്യാനം പറയുന്നു. കേൾക്കാം. ഭഗവത് ചരണേ പ്രവേശിത ചേതസോ, ഭഗവത് ചരണങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെട്ട ചേതസ്സോടു കൂടിയ ഏ തേ, ഇവർക്ക് ഇപ്രകാരമുള്ള വിഘ്നേന, ഇപ്രകാരമുള്ള വിഘ്നങ്ങളാൽ വിഹതാം, വിഘ്നങ്ങൾ വന്നുപെട്ടാലും, എന്തെങ്കിലും വിഘ്നങ്ങൾ വന്നുപെട്ടാലും അപി ഭഗവത് കഥാം, ആ ഭഗവത് കഥകളാകുന്ന സ്വമാർഗം, സ്വന്തം മാർഗത്തെ അവർ ന ത്യജന്തി, അവർ അതിനെ ത്യജിക്കുന്നില്ല. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് ഭഗവത് ചരണേ പ്രവേശിത ചേതസോ യേ തേ വിഘ്നേന വിഹതാ അപി ഭഗവത് കഥാം സ്വമാർഗം ന ത്യജന്തി എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം. ഭഗവത് ചരണേ പ്രവേശിത ചേതസോ യേ തേ വിഘ്നേന വിഹതാ അപി ഭഗവത് കഥാം സ്വമാർഗേ ന ത്യജന്തി എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ആറാമത്തെ ശ്ലോകം.
അപ്പോൾ ഇവിടെ ആ പ്രിയവ്രതൻ ആ സ്വയംഭൂമനുവിൻ്റെ ജ്യേഷ്ഠപുത്രനും രാജ്യാവകാശിയും ആയിരുന്നുവെങ്കിലും അതെല്ലാം തൃണവൽഗണിച്ച് ആ നിവൃത്തി മാർഗത്തെ അവലംബിച്ച് അതിന് പ്രതിബന്ധമായി വന്നത് ആ സ്വീകാരത്തിനുള്ള ആ ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥനയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ആ വിരക്തർ അതിനെ ഗൗനിക്കാതെ ആ നിവൃത്തി മാർഗത്തിൽ തന്നെ തുടരുകയാണ് ചെയ്യുക. എന്നാൽ ആ പ്രിയവ്രതൻ ചെയ്തത് മറിച്ചാണ്. ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് താൻ അവലംബിച്ചിരിക്കുന്ന ആ മാർഗത്തെ ഉപേക്ഷിച്ച് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചു. ഇത് ആ ഭാഗവതോത്തമന്മാരുടെ സാധാരണ നടപടിക്രമത്തിൻ്റെ ഒരു അപവാദം അല്ലേ? അതെങ്ങനെ സംഭവിച്ചു എന്നാണ് പരീക്ഷത്തിന് പിന്നെയും ഉള്ള ചോദ്യം. ഇത്രയൊക്കെ ആയിട്ടും അയാൾ ഈ പ്രിയവ്രതൻ ഈ ഭഗവൻ മാർഗത്തെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ ഭഗവൻ ഭക്തി മാർഗം ഉപേക്ഷിച്ച് ഈ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചു എന്നുള്ള സംശയം വീണ്ടും അവിടെ ആ പരീക്ഷിത്ത് മഹാരാജാവിന് വരുന്നു. അതിൻ്റെ ഉത്തരം ആയിട്ട് അടുത്ത ഗദ്യഭാഗങ്ങൾ വരുന്നു. യർഹി വാവ ഹ രാജൻ ശ്രദ്ധിച്ചു കേൾക്കുക. സ രാജപുത്ര പ്രിയവ്രത പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയ അഞ്ജസാവഹ ഗത പരമാർത്ഥ സതത്വോ. ഒന്നിച്ചുള്ളതാണ് ആ പദം വരുന്നത്. ചരണോപസേവയ അഞ്ജസാവഗത പരമാർത്ഥ സത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ അവനിത എന്നുള്ളതിന് ദീക്ഷിഷ്യമാണോ വനിതല ദീക്ഷിഷ്യമാണോ വനിതല പരി സതത്വോ. ഒന്നിച്ചാണ്. വനിതല അല്ല ദീക്ഷിഷ്യമാണോ വനിതല പരിപാലനായ അംനാദ പ്രവരഗുണൈകാന്തഭാജനതയാ. ഒന്നിച്ചാണ് ആ പദം വരിക. ഒന്നും കൂടി പറയാം. ആ പദം ദീക്ഷിഷ്യമാണോ വനിതല പരിപാലന ദീക്ഷിഷ്യമാണോ വനിതല പരിപാലനാംനായത പ്രവരഗുണൈകാന്തഭാജനതയാ എന്നുള്ളത് വരെ ഒരു പദമാണ്. ഒന്നുകൂടി പറയാം. ദീക്ഷിഷ്യമാണോ വനിതല പരിപാലനാംന ഒന്നുകൂടി ദൈക്ഷിഷ്യമാണോ വനിതല പരിപാലനാം ആയാംനാദ പ്രവരഗുണൈകാന്തഭാജനതയാ. എടുത്തത് സ്വപിത്രോപാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാന സമാധി യോഗേന. ഒന്നിച്ച് ഏവാവ്യവധാന സമാധി യോഗേന സമാവേശിത സകലകാരക ക്രിയാകലാപോ സമാവേശിത സകലകാരക ക്രിയാകലാപോ സമാവേശിത സകലകാരക ക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യദ്യപി തദപ്രത്യാംനാദവ്യം തദധികരണ ആത്മനോന്യസ്മാദസതോപി. അവിടെയൊക്കെ രണ്ട് വിശ്ലേഷണം കാണാം. തദധികരണ ആത്മനോ വിശ്ലേഷം. ആത്മനോ അന്യ എന്നുള്ളതിൻ്റെ ഇത് വരണം ഉച്ചാരണം. ആത്മനോന്യസ്മാദസതോപി അസതോ അപി എന്നുള്ള ആ ഉച്ചാരണം വരണം. പരാഭവമന്വീക്ഷമാണ എന്നുള്ളതാണ് ഭാവ. ആ ആറാമത്തെ ശ്ലോകം. അടുത്തത് ശ്ലോകം കൂടി അതിൽ വരുന്നുണ്ട്. അഥഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണാനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിരഖില നിഗമ നിജഗണ പരിവേഷ്ടിത സ്വഭവനാദവതാര. ഏഴാമത്തെ ശ്ലോകം. ഒന്നുകൂടി ഏഴാമത്തെ ശ്ലോകം നോക്കാം. അഥഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണാനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിരഖില നിഗമ നിജഗണ പരിവേഷ്ടിത സ്വഭവനാദവതാര. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളും കൂടി ഒന്നും കൂടി വായിച്ചു നോക്കാം. യർഹി വാവഹ രാജൻ രാജപുത്ര പ്രിയവ്രത. നല്ലപോലെ ശ്രദ്ധിക്കുക. പരമഭാഗവതോ നാരദസ്യ. അതുപോലെ അതിനനുസരിച്ച് ആ പുസ്തകങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് പുസ്തകങ്ങളിൽ ആ
വാക്കുകളെ വായിക്കാൻ, പദങ്ങളെ വായിക്കാൻ ശ്രമിക്കണം. ചരണോപസേവയ അഞ്ജസാവഗത പരമാർത്ഥ സത്തത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ വനിതല പരിപാലനായ ആംനാദപ്രവരഗുണൈകാന്ത ഭാജനതയാ സ്വപിത്രോപാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരകക്രിയാകാലപോ സമാവേശിത സകലകാരകക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യദ്യപി തദപ്രത്യാംനാദവ്യം തദധികരണ ആത്മനോ അന്യസ്മാദസതോപി പരാഭവമന്വീക്ഷമാണഃ അഥഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണാനുധ്യാനവ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിരഖില നിഗമ നിജഗണ പരിവേഷ്ടിതഃ സ്വഭവനാദവതതാര. അപ്പോൾ ഒന്നും കൂടി നമ്മൾക്കത് വായിച്ചു നോക്കാം. യർഹിവാവഹ രാജൻ സ രാജപുത്രഃ പ്രിയവ്രതഃ പരമഭാഗവതഃ. അവിടെ ഒന്നിച്ചുള്ള പദങ്ങളാണ്. അതിനെ വ്യത്യസ്തമായിട്ട് പറയുന്നു. പരമഭാഗവതഃ നാരദസ്യ ചരണോപസേവയാ അഞ്ജസ ഒക്കെ ഓരോരോ പദങ്ങളാണ്, നോക്കണം. നാരദസ്യ ചരണോപസേവയാ അഞ്ജസ അവഗത പരമാർത്ഥ സതത്വഃ. ഇതൊക്കെയാണ് അടുത്ത പദങ്ങൾ. സതത്വഃ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണഃ. ആ പദങ്ങളൊക്കെ വ്യത്യസ്തീകരിച്ച് പറയുകയാണ്. അവനിതല പരിപാലനായ ഓരോ പദങ്ങളാണ്. ആംനാദ പ്രവര ഗുണ ഗണൈകാന്ത ഭാജനതയാ സ്വപിത്ര ഉപാമന്ത്രിതഃ ഭഗവതി വാസുദേവ ഏവ അവ്യവധാന സമാധിയോഗേന സമാവേശിത സകല കാരക ക്രിയാകലാപഃ നൈവ അഭ്യനന്ദത്. അതൊക്കെ ഒന്നിച്ച് ചേർത്ത് വായിക്കുമ്പോൾ നൈവ അഭ്യനന്ദദ്യദ്യപി എന്ന് പറഞ്ഞില്ലേ. നൈവ അഭ്യനന്ദത് യദ്യപി പരാഭവം അന്വീക്ഷമാണഃ അഥ ഭഗവാൻ ആദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണ അനുധ്യാനവ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിഃ അഖില നിഗമ നിജ ഗണ പരിവേഷ്ടിത സ്വഭവനാത് അവതതാര എന്നുള്ളതാണ്. ബ്രഹ്മാവ് അവിടെ ആവിർഭവിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ പറയാം. ഹരേ കൃഷ്ണ.